നിങ്ങളുടെ അറൈവൽ തന്നെ കേരളത്തിലേക്ക് ഒരു സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയേക്കുന്നത് ജോണി ചേട്ടൻ തിരിച്ചു വന്നിരിക്കുന്ന മക്കളാണെന്നുള്ളതാണ്. എന്റെ അപ്പനിതൊന്നും അറിഞ്ഞല്ലോ എന്നെ കെട്ടിച്ചേ. പദവി എൻജോയ് ചെയ്യാൻ പറയാൻ പറ്റില്ല, പക്ഷെ ആൾക്കാർ വിളിക്കുമ്പോൾ വൈ നോട്ട്. ആക്ച്വലി നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം പരിപാടി തുടങ്ങി ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ആ നേരാണല്ലോ എല്ലാരും ഇത് അയച്ചപ്പോ ഞാൻ ചോദിച്ചു എടാ ഇത് ആരടാ എല്ലാരും പറയണ്ടല്ലോ അത്. നമ്മളെ കേരളയെ റെപ്രസെന്റ് ചെയ്തിട്ട് കേരള ഇതൊക്കെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു പ്രൗഡ് ഫീലിംഗും ഉണ്ടായിരുന്നു. ഈ കമന്റ്സിന് കൂടുതലും റിപ്ലൈ കൊടുക്കുന്ന തക്കുടുവാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കമന്റ്സ് രണ്ടാണല്ലോ, ഒന്നിൽ നമ്മളെ നന്നാക്കിയേ തീരുമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കമന്റ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യും. വീട്ടിൽ സ്ഥിരമുള്ള ഒരു വിഷയമാണ് എന്റെ നിക്കറിന്റെ ഇറക്കം. ഇവക്കൊരു പ്രശ്നമാണ്. എത്ര പേര് നിക്കറുണ്ട്? 30 പേര് കാണും. ഏതൊക്കെ കളറുണ്ട്? പച്ച, മഞ്ഞ? അയ്യോ കളറിന്റെ കാര്യം മാത്രം ചോദിക്കില്ലേ അളിയ. നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് മലയാളികൾ തിരിച്ചറിയാറുണ്ട്. കുറെ ആൾക്കാരൊക്കെ നിക്കർ ഉണ്ട് മനസ്സിലാക്കും, കുറെ ആൾക്കാരൊക്കെ മോഹം കണ്ട് മനസ്സിലാക്കും. ഫേവറേറ്റ് കറി? മലയാളിയാണ്, അതിമലയാളിയാണ്. പോയിന്റ്സ് മുഴുവൻ ഇരിക്കാട്ടോ മകളെ. ഇത്ര ശരി ചുമയൊക്കെ ആയിട്ടിരിക്കുക. എന്നാലും 2 പേര് പാടാം. ആരാരോ വരാമെന്നൊരീ മോഹം വാതിൽക്കൽ കിനാവിന്റെ കാൽ സ്വരം. കേരളത്തിലെ എല്ലാ ഏജ് റേഞ്ചിലുള്ള ആളുകളും ഫാൻ ആയിട്ടുള്ള ഒരു കപ്പിളാണ് ഇവര്. മല്ലു ഗോമസ് എന്നാണ് ഇവരുടെ പേര്. തങ്കമ്മ തക്കുടു എന്നുള്ള കപ്പിളിനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. എവിടെ നിന്നാണ് ഇവർക്ക് ഇതിനും മാത്രം ഹ്യൂമർ സെൻസ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു ചോദ്യം ഇവരുടെ വീഡിയോസിലേക്ക്. അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. യാ, വെൽക്കം ടു കേരള. 8 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 8.5 കൊല്ലമായില്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് തിരിച്ചു വന്നിട്ട്? കേരളം അടിപൊളിയാണ്. കുറെ ഭക്ഷണം കഴിക്കുക വന്നേക്കണേ. നിങ്ങളുടെ ഒറിജിനൽ പേരുകളിൽ ഇപ്പൊ ടെന്നി ഹെൻറി പ്രൊഡക്ഷൻസ് എന്നാണ് അറിയാമെങ്കിൽ പോലും അത് നിങ്ങളുടെ ഒറിജിനൽ പേരാണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും നിങ്ങളൊക്കെ ആരാ ഇവിടെ? ഞാൻ ജോർജിയ. സ്ഥലത്തിന്റെ പേരല്ലേ? അതുണ്ട്. ഞാൻ ഫേമസ് ആണല്ലോ. എന്റെ അപ്പൻ എന്നെ കണ്ടുപോയി മനസ്സിലായി ഇവള് ഫേമസ് ആവും, അപ്പൊ ഇവക്ക് ഈ പേരിരിക്കട്ടെ. ജോർജിയ. എൻ്റെ നാട് ഇവിടെ കോതമംഗലം നാട്ടില്. പഠിച്ചൊക്കെ കുറെ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് US പോയി. അപ്പൊ നാട്ടില് കുറച്ച് ആളുണ്ടായിരുന്നു, ചെറുതായിരുന്നു. അപ്പം എൻ്റെ പേര് ടെനി ഹെൻറി ഗോമസ്. അങ്ങനെയാണ് ഈ മല്ലു ഗോമസ് എന്നുള്ള പേര് വരുന്നത്. നമ്മുടെ ലാസ്റ്റ് നെയിം ഗോമസ് ആണ്. അല്ലല്ല, ഗോമസ് ഒറിജിനൽ ആണ്. അല്ല, മുട്ട അടിച്ചപ്പോ ഒരു ക്രൂരഭാവം. നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു ആംഗ്ലോ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അങ്ങനെയാണ് ഈ ഗോമസ് എന്നുള്ള പേര്. ടെനി ഹെൻറി ഗോമസ്. ശബ്ദമല്ലേ? ഈ അമേരിക്കക്കാർ ഫോണൊക്കെ എടുക്കുമ്പോ ഇങ്ങനെയാണ് പറയാ? അല്ല, ആക്ച്വലി അവിടെ നമ്മൾ കൂടുതലും ജോലിയിലെ നമ്മുടെ ലാസ്റ്റ് നെയിം ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം ഡോക്ടർ ഗോമസ് എന്ന് വിളിക്കും. പക്ഷെ ഗോമസ് ആക്ച്വലി ഒരു ലാറ്റിൻ ഒരു സ്പാനിഷ് ലാസ്റ്റ് നെയിം ആണ്. അപ്പൊ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് നടന്നിട്ട് അവർ ജസ്റ്റ് സ്പാനിഷ് സംസാരിക്കും. അണ്ണാ നമുക്ക് സ്പാനിഷ് അറിയത്തില്ല, നമ്മൾ ഇന്ത്യൻ ആണ്, ഇംഗ്ലീഷ്. അതാ തുടക്കത്തിൽ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് ഈ ഗോമസ് എന്നുള്ള ശരിക്കും പേരാണോ അതോ ചുമ്മാ ഇതിന് വേണ്ടി ഇട്ടിരിക്കുന്ന പേരാണോ എന്ന്. അപ്പൊ അതാ ചിലരോട് നമ്മൾ പറഞ്ഞു ആക്ച്വലി നമ്മുടെ പേര് ലാസ്റ്റ് നെയിം ഗോമസ് ആണെന്നുള്ളത്. ഇവിടെ മാത്രമല്ല, പറങ്കികളായിരിക്കും അതിന്റെ ഒരു ഇത്. പോർച്ചുഗീസ് ബന്ധം അതിന്റെ ഇടയിൽ. കുട്ടികളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഇത് ഗ്രേസ് മോള്. ഹായ് ഗ്രേസ്. ഹായ്. ഇലൈജ ഹെൻറി ഗോമസ്. ഹെൻറി ഗോമസ്. പണ്ട് ഈ പ്രതാപ് ചന്ദ്രൻ ഒരു ആക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഈ എപ്പോഴും പുള്ളി ഇങ്ങനെ പുള്ളിയുടെ കൂടെയുള്ള ആളുകൾ ഈ വായിക്കൊള്ളാത്ത പേരുകളാണ് വിളിക്കാറ്. അതായത് മൊനഗ്ലോസ്കി, രാവുണ്ണി, അങ്ങനത്തെ പേര്. പക്ഷെ ഇത് നമ്മുടെ ഇപ്പൊ നമുക്ക് തോന്നും, പക്ഷെ അവിടെ ഈസി ആയിട്ടുള്ള പേരാണ്. ഇപ്പം ഇവന്റെ മിഡിൽ നെയിം എന്റെ പേരെന്നും ഇവളുടെ മിഡിൽ നെയിം എടുത്തിരിക്കുന്നത് എന്റെ എലിസബത്ത്. ഗ്രേസ് എലിസബത്ത് ഗോമസ്. How's Kerala? How's the weather? Hot. Speak louder.
What do you how when did you reach here? When did you come, baby? 2 days ago? നിങ്ങളുടെ അറൈവൽ തന്നെ കേരളത്തിലേക്ക് സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയേക്കുന്നത് ജോണി ചേട്ടൻ തിരിച്ചു വന്നിരിക്കുന്ന മക്കളാണെന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ മുതലേ അപ്പം ഞാൻ സത്യമായിട്ടോ ഞാൻ ഈ ജോണി ചേട്ടൻ റെഫറൻസിന് മുമ്പ് കാണുമ്പോൾ കൊള്ളാം മിൻ ഡീസലിനെ പോലെ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എന്ന് മുതലാണോ ഈ ജോണി ചേട്ടൻ റെഫറൻസ് വന്നു തുടങ്ങിയത് അന്ന് മുതൽ എനിക്ക് ശരിക്കും ജോണി സിൻസിന് ഓർമ്മ വരുന്നത്. എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു പദവി. ആ പദവിയും എന്റെ സ്വഭാവങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈശ്വര, ഇതൊക്കെ എന്ത് തലേടാവും. എന്റെ അപ്പൻ ഇതൊന്നും അറിഞ്ഞല്ലോ എന്നെ കെട്ടിച്ചേ. അല്ല, അങ്ങനെ ആ പദവി എൻജോയ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആൾക്കാർ വിളിക്കുമ്പോ വൈ നോട്ട് അവളാരെങ്കിലും ഇല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം പരിപാടി തുടങ്ങി ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ആ നേരാണല്ലോ കുറച്ചൊക്കെ ഒരു കട്ടുണ്ടല്ലോ എന്നെ വിളിച്ചതിന് ശേഷമാണ് ആ കഥാപാത്രത്തെ കാണുന്നത്. എല്ലാരും ഇത് അയച്ചപ്പോ ഞാൻ ചോദിച്ചു എടാ ഇത് ആരടാ എല്ലാരും പറയണ്ടല്ലോ അത്. അങ്ങനെയാണ് അത് ജോണിയണ്ണൻ. പിന്നെ ഇപ്പൊ ജോണിയണ്ണനായി മാറി. ഈ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഫാമിലി ആയിട്ടാണല്ലോ നിങ്ങൾ ഇത് മൊത്തം ഷൂട്ട് ചെയ്യണത്. ആൻഡ് മകളാണ് ഇതിന്റെ നിങ്ങളുടെ മെയിൻ ക്യാമറ വുമൺ. മകളോട് ക്യാമറനെ പറ്റി ചോദിക്കാണ് അതിന് മുമ്പ്. അപ്പം ഇത് എങ്ങനെയായിരിക്കും ഇത് റിസീവ് ചെയ്യുക, എങ്ങനെയായിരിക്കും കണ്ടന്റ് ആളുകൾ എടുക്കുക? ഇതിനൊരു ഫാമിലി സ്വഭാവം അങ്ങനെ ഉണ്ടല്ലോ, ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ഫാമിലി സ്വഭാവം. അതിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മളത്ര വറീഡല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനകത്ത് അത്യാവശ്യം നല്ല സ്ട്രെസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ വരുന്നു, നമുക്കിങ്ങനെ ഒരു കുറച്ച് ഐഡിയാസ് ഉണ്ട്. അത് ഇപ്പം ഒരു ക്യാമറമാനെ വെച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും നമുക്കില്ല, ആവശ്യമില്ല. അപ്പം അത് ആൾക്കാർ പലതും പറയും. എനിക്കതൊരു വിഷയമല്ല. പക്ഷെ ഇവള് കുറച്ച് തുടക്കത്തിലൊക്കെ കുറച്ച് കൊള്ളുമായിരുന്നു. ഞാനല്ല, എനിക്ക് ഞാൻ ആഹാ ഇത് കൊള്ളാലോ, ഇതിൽ ഇപ്പൊ ഡിലീറ്റ് ഞെക്കാന്ന് വിചാരിക്കുമ്പോ തക്കടൂരിനോ നീ അതവിടെ ഇട്, ഞാൻ നോക്കി അതിന് മറുപടി കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു. റിപ്ലൈസ് കൂടുതലും തക്കടുമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ടുപേരും അത്ര ഒരു കൺസർവേറ്റീവ് പീപ്പിൾ അല്ല. നമ്മൾ രണ്ടുപേരും ഒബ്വിയസ്ലി വെളിയിൽ നിന്ന് അമേരിക്കയിൽ കുറെ നാളായി ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ യു ലിവ് യുവർ ലൈഫ്, വി ലിവ് അവർ ലൈഫ്, ആ ഒരു കോൺസെപ്റ്റില് നമ്മൾ നമ്മുടേതായ രീതിയിൽ വി ആർ ഹാപ്പി ഡൂയിങ് വാട്ട് വി ആർ. അപ്പൊ അത് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ആ ഒരു തിങ്കിങ് മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് ഒബ്വിയസ്ലി ഇറ്റ് ഷോസ് ഇൻ അവർ റീൽ. നമ്മൾ അത്ര കൺസർവേറ്റീവ് അല്ല എന്നുള്ള കാര്യം. ആൻഡ് ഈ കമന്റ്സിന് കൂടുതലും റിപ്ലൈ കൊടുക്കുന്നത് തക്കടുവാണ്. തക്കടു ആക്ച്വലി ഈ കമന്റ്സിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ആദ്യം ഞാനും ആലോചിക്കുന്നത് അയ്യോ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ കൂടുതലും നമുക്ക് ആൾക്കാർ പറയണത് ഈ റിപ്ലൈ വായിക്കാനായിട്ട് ആൾക്കാർ വരുന്നതാണ്. അല്ലെങ്കിൽ ആദ്യം അത് കണ്ടപ്പോ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ, റീല് കണ്ടിട്ട് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് ആലോചിച്ച് പിന്നെ ആൾക്കാർ ഈ കമന്റ്സ് വായിച്ചു തുടങ്ങുമ്പോൾ ദേ സ്റ്റാർട്ട് ഫോളോയിങ് ഇൻ ലവ് എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് അതൊരു റിയൽ ആണ്. ദിസ് ഇസ് ദ വേ വി ആർ, ദിസ് ഇസ് ദ വേ വി ടോക്ക്. അത് ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ ആൾക്കാർ അങ്ങ് ഫോളോ അടിച്ചു തുടങ്ങി. പക്ഷെ ആക്ച്വലി നേരിട്ട് ഇപ്പം നമ്മളുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു വൈബാണ് ഈ കമന്റ്സിലുള്ളത്. ഞാൻ പൊതുവേ ഒരു ലൂസ് ക്യാരക്ടറാണ്. അതായത് ഈസി ആയിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു ജാടയിട്ട് സംസാരിക്കാൻ ഇല്ല. ആ ഒരു രീതിയിലാണ് ഞാൻ കമന്റ്സിന് മറുപടി കൊടുക്കുന്നത്. കാരണം ഓൾറെഡി ഇപ്പം നമ്മൾ പല പ്രൊഫൈലിൽ പോകുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി നമുക്ക് കാണാം. ഇപ്പൊ ഞാനൊരു ചീത്ത എഴുതുകയാണെങ്കിൽ മറിച്ച് 10 ചീത്ത, അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യത്തിന് അത് എല്ലായിടത്തും കിടപ്പുണ്ട്. ഹാപ്പി സ്പേസ് ആക്കുക. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കമന്റ്സ് രണ്ടാണല്ലോ. ഒന്നിൽ നമ്മളെ നന്നാക്കിയേ തീരുമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കമന്റ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതല്ല എങ്കിൽ നമ്മളിപ്പം പച്ചക്ക് നമ്മൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ അതും ഡിലീറ്റ് ചെയ്യും. തിരിച്ച് നമുക്ക് ചീത്ത വിളിക്കാൻ അറിഞ്ഞോത്തോണ്ടല്ല, അതിന്റെ ആവശ്യപ്പെടില്ല. അത് നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കുക, അത്രേ ഉള്ളൂ. Who is the best actor, father or mother? അതാണ്. Who is more creative? Who is more creative, father or mother? Both. Good job. ഐഡിയാസ് കൂടുതലും തക്കടുവിന്റെയാണ്. Do you know that your father and mother they are both big celebrities in Kerala here? You know? Oh, nice. ക്യാമറ വുമൺ അല്ലേ? ഓക്കെ. എപ്പോ തൊട്ടാ മകളെ കൊണ്ട് ക്യാമറ ചെയ്യിപ്പിക്കാം, മകള് ക്യാമറ ചെയ്താൽ നൈസായിരിക്കും, ആ ഒരു തോട്ട് വരുന്നത്? അത് ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാ? ആക്ച്വലി
അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. അത് ഗതികേടോട് സംഭവിച്ചതാണ്. ഇവന് ഈ സമയത്ത് ഭയങ്കര കൊച്ചായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റാൻഡിൽ വെക്കാത്ത സംഭവങ്ങളൊക്കെ എടുക്കാൻ ആരും വേണം. അപ്പം ആദ്യമേ പറയും ഡാഡി എനിക്ക് വയ്യ, ഐ ക്യാൻ ഡു ദിസ്. ഇപ്പൊ പിന്നെ പുള്ളി ചാർജ് ചെയ്യും. ഇപ്പൊ ചാർജ് ഉണ്ട്, ഇത്ര $1 വെച്ച് ഇത്ര മണിക്കൂറിന് കേട്ടോ. അത് നമ്മൾ പൈസ കൊടുത്തത് അത് നമ്മൾ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും. ഇടയ്ക്ക് പറയും ഓക്കെ ഈ പൈസ എത്രയൊക്കെയായി, എന്നാൽ ഈ ആമസോൺ ഒക്കെ തുറന്നു നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാം എന്നുള്ള രീതിയിൽ. ഒന്നും ഫ്രീ അല്ല ഗൈസ്. How much do you charge? It depends. It depends on the shoot. But how much do you? $5 per what? Shoot, like per reel. $5 എന്ന് പറയുമ്പോ അമേരിക്കയിലൊക്കെ അമേരിക്ക ജനിച്ചാലും പോരാ, നിങ്ങൾക്ക് ആരെങ്കിലും. അത് നമുക്ക് സ്ഥിരം വരുന്ന ഒരു റിക്വസ്റ്റ് ആണ്. ചേട്ടാ ക്യാമറമാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ Who takes more takes? നമ്മള് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ മതി. അത് നൈസായിട്ട് ഒഴിഞ്ഞതാണ്, അങ്ങനെയൊന്നും അല്ല. അത് ചക്കുടു. Who mugs up dialogues faster? അത് ഭയങ്കര ഐ തിങ്ക് ഡാഡിയാണ് കൂടുതലും ഡയലോഗ്സ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മൂവീസിന്റെ ഒക്കെ റീൽസ് ചെയ്യുകയാണെങ്കിൽ Daddy mostly comes up with all the dialogues for all of the reels. The problem is he always forgets them though. Yeah, you write it down on paper. And then you read them and then you're just like, okay, I remember them. Who is a better dancer? Oh really? I thought it was Daddy. What? Daddy can barely dance. ഇന്ന് പോയിന്റ്സ് മുഴുവൻ ഇരിക്കാട്ടോ. Actually, Dad. No, Daddy is better. He mastered it. He mastered the dance. Depends on the dance കേട്ടോ. ചിലതൊക്കെ Because when you first did it for the Deadpool dance, oh, you were like discoing, brother. You were discoing. You like choru and curry or American food? Choru and curry. Which is your favorite curry? Beef. Oh, nice. I also like parota. നാട്ടില് വന്നേ പിന്നെ പൊറോട്ട ബീഫ്, അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കിട്ടിയ പിള്ളേര് ഹാപ്പി. Okay. Grace, you like parota and curry or choru and curry? Parota and curry. Oh, nice. ഇവർക്ക് ബീഫ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ വെച്ചോളൂ. ബീഫ് കറി ഒക്കെ കഴിച്ചോളൂ. പിള്ളേർക്ക് കുറച്ച് എരിവിന്റെ അളവ് കുറയ്ക്കുന്നുള്ളതേ ഉള്ളൂ. സ്പൈസറസ് അല്പം കുറയ്ക്കും. ഇവിടുത്തെ അത്രയും സ്പൈസർ ഉണ്ടാക്കാറില്ല. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ സെയിം കറികളാണ്. ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിന്റെ അടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന മറ്റേ ഇലുമിനാറ്റി ഡാൻസിന് നിങ്ങൾ ഇന്ത്യ ഡേക്ക് കേരളം റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അത് കിടിലായിരുന്നു. ഓസം എന്നൊക്കെ പറയുന്ന സാധനമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ആ സെറിമണിയിൽ എത്തിയത്? എന്താണ് ഇലുമിനാറ്റി എന്നെ ചൂസ് ചെയ്യാൻ കാരണം? സോ സെറിമണി എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സ് വഴിയാണ് അതിന്റെ ഓർഗനൈസേഴ്സ് നമ്മളെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ പിന്നെ അവര് ഇത് നമ്മളെ കേരളം റെപ്രസെന്റ് ചെയ്യാൻ ഒരു മലയാളി കപ്പിൾ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എഗ്രി ചെയ്തു ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ബേസിക്കലി സാധാരണ കൺവെൻഷനലി കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ പാട്ടൊക്കെ ഇട്ട് വൃത്തിക്ക് നടന്നു പോകുന്ന ഒരു കപ്പിളാണല്ലോ അവര് കണ്ട് പതിവ്. അപ്പൊ നമ്മളൊരു ചേഞ്ച് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഒരു വൈബ് ആക്കാന്ന് വിചാരിച്ചിട്ട് സത്യം ഇവരവിടെ പ്രസന്റ് ആയിരുന്നോ മക്കള്? ഇവരുണ്ടായിരുന്നു, ഇവര് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരും പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. What did you perform? Bollywood dance. Oh, nice. You do. Oh, which was the song? Do you remember your song, maybe? You don't remember? You don't have that much time. ഈ ഇലുമിനാറ്റിയിലെ സ്റ്റെപ്പ് പെർഫോം ചെയ്തിട്ട് അതിനകത്ത് കുറെ ആളുകൾ കമന്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ നമുക്ക് അഭിമാനം തോന്നുന്നു ആ ഒരു റീല് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ചും കൂടി വേറെ കൈൻഡ് ഓഫ് ഓഡിയൻസിലേക്ക് കൂടി എത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒബ്വിയസ്ലി നമ്മളെ കേരളയെ റെപ്രസെന്റ് ചെയ്തിട്ട് കേരള ഇതൊക്കെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു പ്രൗഡ് ഫീലിംഗും ഉണ്ടായിരുന്നു. നമ്മൾ വെളിയിൽ ഒരു രാജ്യത്ത് അത്ര ഇതായിട്ട് മലയാളീസിന് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറും നമ്മുടെ ഔട്ട്ഫിറ്റും ഒക്കെ കാണിക്കാൻ പറ്റി.
ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനൊരു വൈബ് ഉണ്ടായിരുന്നു. ആ ഒരു നമ്മൾ ആക്ച്വലി പാട്ട് ചെയ്ത് തപ്പണം എന്ന് ആലോചിച്ച് കുറെ ഒക്കെ നോക്കി. പക്ഷെ മലയാളം തനി മലയാളി പാട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആണ്. അത് പിന്നെ ഇതല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്കൊരു എനർജി വേണം, ഇങ്ങനെ ഒരു ഗും വേണം എന്ന് പറഞ്ഞാണ് ആ പാട്ട്. ഒബ്വിയസ്ലി ആ മൂവിയൊക്കെ ആ സമയത്ത് ഫേമസ് ആയിരുന്നു. അങ്ങനെ അങ്ങ് എടുത്ത് ചെയ്തത്. ഈ നിങ്ങളെ കേരളത്തിന്റെ ഒരു മുഖ്യധാരയിലേക്കും ചർച്ചയിലേക്കും ഒക്കെ എത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നിക്കറാണ്. നിക്കർ ഐഡിയ എവിടുന്നാണ്? നിക്കറിന്റെ 4 പാട്ടും മില്യൺസ് ആണ്. ഈ നിക്കർ ഐഡിയ എവിടെ നിന്ന് കിട്ടി? നിക്കർ ഐഡിയ ഒരു ഐഡിയ ആയിട്ട് വന്നല്ലോ, അതാണ് എന്റെ ഒരു ജീവിതമാണല്ലേ. കേട്ടില്ലേ? റിപ്പീറ്റ് ദാറ്റ്. He never wears pants. എനിക്കിപ്പോ എന്താ നിക്കർ ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് അത് അല്ല കോമേഴ്സ്. അപ്പൊ നിങ്ങള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കോട്ട് നിക്കർ അല്ല, അത് ജോണിയാണ് പറ്റിയൊക്കെ ചെയ്തേനെ. പക്ഷെ ജോലിക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം വീട്ടിൽ സ്ഥിരമുള്ള ഒരു വിഷയമാണ് എന്റെ നിക്കറിന്റെ ഇറക്കം. ഇവക്കൊരു പ്രശ്നമാണ്. അങ്ങനെയാണ് പിന്നെ അതൊരു ഐഡിയ ആയത്. ഇത് ഒറിജിനലി നിക്കർ പ്രശ്നമായിരുന്നല്ലേ? ഒരു പ്രശ്നമാണ് അത് അന്നും ഇന്നും ഒരു പ്രശ്നമാണ്. ആക്ച്വലി നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം നമ്മൾ തുടങ്ങി നമ്മുടെ വൺ ഓഫ് ദ വെരി ഫസ്റ്റ് റീൽസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അത് നമ്മൾ ആദ്യത്തെ 1-2 മൂവി റീൽസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ചുമ്മാ ഈ നിക്കർ ശരിക്കൊരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഈ നിക്കറിനെ പറ്റി തന്നെ ഇട്ടു. അതായത് ഈ നിക്കർ ഇട്ട് ഇറങ്ങുമ്പോൾ എന്നും ഞാൻ അടി ഉണ്ടാക്കും. കുറച്ചുകൂടി ഇറക്കമുള്ള ഇട്ടൂടെ, കുറച്ചുകൂടി ലൂസായിട്ട് ഇട്ടൂടേത്. പുള്ളി പക്ഷെ നോ, ഇതാണ് എനിക്കിഷ്ടം, ഞാൻ ഇതിട്ട് ഇറങ്ങും. അപ്പൊ അത് നാച്ചുറലി നമ്മൾ അന്ന് റീലാക്കി എടുത്തു. അത് പക്ഷെ ഓവർനൈറ്റ് ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഫോൺ നിറയെ നോട്ടിഫിക്കേഷൻ. അങ്ങനെയാണ് പിന്നെ ആൾക്കാർ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചാ ആൾക്കാർക്ക് ഈ നിക്കർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതാ പിന്നെ നിക്കറിനെ പറ്റി കണ്ടന്റ് ഉണ്ടാകാം. അങ്ങനെയാണ് നമ്മൾ നമുക്ക് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം നമ്മൾ ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് ഈ റീലിനെ കുറിച്ചൊന്നും ഒരു വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇത് ഇട്ട് ഒരു റെസ്പോൺസ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വേറെ വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കാം എന്നൊക്കെ ഒരു ഐഡിയ വരുന്നത്. ഈ ഇപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകില്ല. അപ്പൊ അമേരിക്കയിലും മറ്റൊരു കേരളം ഉണ്ടല്ലോ, അവിടെ കുറെ മലയാളികളൊക്കെ ഉണ്ടല്ലോ. അവരുടെ ഒരു റെസ്പോൺസ്, അവരുടെ ഒരു തിരിച്ചറിയലൊക്കെ എങ്ങനെയാ? തിരിച്ചറിയല് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ മലയാളികളുള്ള സിറ്റീസിൽ പോകുമ്പോൾ എല്ലാ സിറ്റീസിലും അധികം മലയാളികളില്ല. ഇപ്പം നമ്മളിപ്പോൾ അവിടുന്ന് അറ്റ്ലാന്റ തുടങ്ങി ഇപ്പൊ ഈ പറഞ്ഞ സിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് മലയാളികൾ തിരിച്ചറിയാറുണ്ട്. കുറെ ആൾക്കാരൊക്കെ നിക്കർ കണ്ട് മനസ്സിലാക്കും, കുറെ ആൾക്കാരൊക്കെ മോഹം കണ്ട് മനസ്സിലാക്കും. ആക്ച്വലി നമ്മൾ ഈ റീൽസ് ഒക്കെ ചെയ്തു തുടങ്ങി. നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ അധികം മലയാളീസ് ഉണ്ട്, പക്ഷെ ഒരു ബിഗർ സിറ്റിയിലുള്ള പോലെ ഒരു മലയാളി പോപ്പുലേഷൻ ഇല്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ഓൾറെഡി അറിയാം, യുനോ. അപ്പൊ അവർക്കും ഇതിലൊരു അത്ഭുതവും ഇല്ല. പക്ഷെ നമ്മള് അറ്റ്ലാന്റയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെറിയാൻസ് എന്ന് പറഞ്ഞ കടയുണ്ട്, ഗ്രോസറി വാങ്ങാൻ പോയപ്പോഴാണ് അവിടെ ഒരു പുള്ളി പെട്ടെന്ന് ഓടി വന്ന്, ദേ ഇത് ഈ നിക്കർ കണ്ടാണ് ഞാനിത് ആരാന്ന് നോക്കിയെന്ന് പറഞ്ഞു വന്നേ. അപ്പൊ നമുക്ക് മനസ്സിലാവണം ആൾക്കാർക്ക് ഈ നിക്കറിൽ ഇത്ര താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയോ In what do your dad look hotter, in knicker, in shorts or in pants? What do you like your daddy in, shorts or pants? Pants. അപ്പം കുടുംബത്തിൽ ആർക്കും വലിയ താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടായാൽ മതിയല്ലോ. മറ്റേതാണ് പറയാ, എന്റെ ശരീരത്തിന്റെ സ്വാതന്ത്ര്യം. എത്ര പേര് നിക്കറുണ്ട്? ഓയ്യോ, അത് ടെന്നിയോട് തന്നെ ചോദിക്കേണ്ടി വരും. എത്ര പേരുണ്ട് ഒരു ഉദ്ദേശം? 30 പേര് കാണും. ഓ മറ്റേ സ്ഥലം അല്ല, കൊച്ചിയാണ് ഇപ്പോഴത്തെ 30 ഇത് എല്ലാവരും ഒരുമിച്ച് കഴുകി അങ്ങ് നിരത്തി വിരിച്ചിടും നമ്മള്, മനസ്സിലായോ? ഇത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ അങ്ങ് നിരത്തിയിടും നമ്മള്. ഈ അവൻസിന്റെ ജീവാകന്റെ മുമ്പിലൊക്കെ ഇടുക വെയിലുള്ള സമയത്ത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് റീലാണ്. അടുത്ത റീൽ അത് പ്രതീക്ഷിക്കാം. അതെ, അത് നല്ലൊരു ഉണക്കാനിടണേ. ഏതൊക്കെ കളറുണ്ട്? പച്ച, മഞ്ഞ? അയ്യോ, കളറിന്റെ കാര്യം മാത്രം ചോദിക്കില്ലേ അളിയ. പല കളറുകള്, സത്യങ്ങൾ ഇപ്പൊ വെളിയിൽ വരും. പല കളറുകൾ, അതായത് ഒരു വട്ടം ചിലത് പുള്ളി അങ്ങ് അൾട്രാ മോഡേൺ ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റി. എന്തൊക്കെ പോലെ വന്നത് നല്ല ഫ്ലോറസൻ പച്ച കളറിലല്ല, മഞ്ഞ പോൾക്ക ഡോട്ട്സ്. രാത്രി തുടങ്ങി, പക്ഷെ അത് കിട്ടില്ല. വരും, ആ ലെവലിലങ്ങ് എത്തുന്നേ ഉള്ളൂ. അത് ഇതേവരെ ഇട്ടിട്ടില്ല. അത് കുറച്ച് കടുപ്പോയി. വേറെ ഏതൊക്കെ കളറുണ്ട്? എല്ലാ കളറുണ്ട്. ഓ ക്രയോൺ ബോക്സ് തുറന്നു വെച്ചത്. നമ്മള് അപ്പം ഇല്ലാത്ത കളർ മേടിക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ ഈ അമേരിക്കയില് നമ്മുടെയൊക്കെ അറിവ് പ്രകാരം അധികം കുറച്ച് തണുപ്പ് ഇതൊക്കെയല്ലേ. അപ്പൊ ഈ ഷോർട്സ് എന്ന് പറയുമ്പോ ഒരു പ്രധാന ഏരിയ കവർ ആവുന്നില്ല. അല്ല, അതുകൊണ്ടാണ് നമ്മൾ സൗത്തിലേക്ക് മൂവ് ചെയ്ത്. അവിടെ ചൂടുണ്ട്, അപ്പൊ നിക്കറിടാൻ ഒരു അവസരമുണ്ട്. നിക്കറിടാൻ വേണ്ടി സൗത്തിലേക്ക്
വലിയ നിങ്ങൾക്ക്. നിക്കറിനോടുള്ള ഒരു സ്നേഹം നിക്കർ കണ്ടുപിടിച്ചതാരാണ്? പണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ പ്രൊഫൈൽ ഇട്ടായിരുന്നു ഈ മറ്റേ വണ്ടി ആഗ്രഹമുള്ള ആള് പ്രേമം മറ്റേ സൈലൻസറിനോട് മാത്രം എന്നൊക്കെ പറഞ്ഞത് പോലെ പ്രണയം നിക്കറിനോട് മാത്രം. നിക്കർ കഴിഞ്ഞിട്ടേ ഞാൻ പോലും ഉള്ളൂ. നിക്കറുടെ പ്രണയമുണ്ട്, അതുകൊണ്ട് മൂവി ഒന്നുമല്ല. മൂവി ജോലിക്ക് വേണ്ടിയാണ്. പക്ഷേ വിന്റർ ആകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ല. അത് നമ്മൾ റീൽസിൽ പറയാറുണ്ട്. ഒരു ഒക്ടോബർ ആയി കഴിഞ്ഞാൽ പിന്നെ നിക്കറിന്റെ അടുത്ത ഒരു ഏപ്രിൽ വരെ നിക്കർ കുറവായിരിക്കും. പക്ഷെ അതൊന്നല്ല കേട്ടോ, വിന്റർ ആകുമ്പോൾ കൂടുതൽ റീൽസ് നമ്മൾ ഷൂട്ട് ചെയ്യണ വീടിന്റെ അകത്താ. അത് വേറെ സ്വെറ്റ് പാൻസ് ഇട്ട് നടന്ന മനുഷ്യൻ ഓടിപ്പോയി നിക്കർ ഇട്ടുകൊണ്ട് വരും. ഞാൻ പറയും നിങ്ങൾക്ക് വേറെ ഒരു പാന്റ് ഇട്ട് എടുത്തൂടെ? നോ, നിക്കർ ഇസ് മൈ ഐഡന്റിറ്റി. ആ നിക്കറിലേക്ക് പുള്ളി കേറും എന്നുള്ളതിന് ഉറപ്പാ. ഈ നിക്കർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? നിക്കറിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നിക്കറിനെ പറ്റി ഒരു ഇന്റർവ്യൂ ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ ലെവൽ നിക്കറിലേക്ക് പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നിക്കർ സാധാരണ ഒരു തുണി പോലെ അല്ലേ, അത് നമ്മൾ അതുപോലെ കഴുകും, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. പ്രത്യേക ഒരു മെയിൻ്റനൻസ് റൂട്ടീൻ ഒന്നുമില്ല. മിസ് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ വന്നിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇറങ്ങി. അയ്യോ, ഇന്നലെ അതിട്ടൊക്കെ കോതമംഗലത്തേക്കാണേ. എന്റെ പൊന്നോ, കോതമംഗലം അത്ര വലിയ സിറ്റ്, പക്ഷെ ഡൗൺ ടൗൺ കോതമംഗലാണ്. എന്റെ നാടായോണ്ട് ഞാൻ വലുതായിട്ടേ പറയുള്ളൂ. പക്ഷെ അതീക്കടെ നിക്കർ കേട്ട് ഇന്നലെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു, ആരും അതേ നോക്കിയിട്ട് പെണ്ണുങ്ങളൊക്കെ ദേണ്ട ഒരു സാധനം പോണോ എന്നുള്ളത് ഇതിൽ ചൂണ്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഇറക്കി. ഈ നിക്കറിന് അവിടെ ഒരു ഫാൻ ബേസ് ഉള്ള പോലെ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ചെടി വെട്ടുന്നു, അവിടുന്ന് ഒരു മാതാമ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ നൈസ് ഷോട്ട്സ് മാൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അത് ഒറിജിനൽ ആയിട്ട് നടന്ന സംഭവമാണ്. അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഡബിൾ റോളാ. കുമ്പിടി ആരായിരുന്നു എന്ന് പറഞ്ഞ ശബ്ദം മനസ്സിലാക്കട്ടെ. നൈസ് ഷോട്ട്സ് മാൻ എന്ന് പറഞ്ഞു. ഞാനാണ് പറഞ്ഞ നൈസ് ഷോട്ട്സ് മാൻ. അപ്പൊ ശരിയായി. അത് ആക്ച്വലി നമ്മൾ ആദ്യം ആലോചിച്ചു, നമ്മുടെ ഏതെങ്കിലും നെയ്ബർ മദാമേനെ പോയി വിളിച്ച് കയറ്റിയാലോ വീഡിയോയിൽ നിന്ന്. പിന്നെ ആർക്ക് സമയമില്ലെന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കയറാം. അതെ. ഈ പിള്ളേര് നിങ്ങള് ഈ കുട്ടികളെ കൊണ്ട് എപ്പോഴെങ്കിലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യിപ്പിക്കാറുണ്ടോ? ഇല്ല ഇല്ല. അവര് നമ്മൾ ഇടുന്ന റീൽസ് കാണും. മോള് ചോദിക്കും, ചില കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവള് ചോദിക്കും, ഡാഡി വാട്ട് ഇസ് ഇൻ ദ കമന്റ്. അപ്പൊ നമ്മള് പറ്റുന്ന കമന്റ് ആണെങ്കിൽ പറഞ്ഞു കൊടുക്കും, പറ്റാത്തതാണെങ്കിൽ ലീവ് ഇറ്റ് അലോൺ എന്ന് പറയും. Okay. Who has more humor sense when it comes to commenting and replying to people? Dada, what did mommy give you? Why are you pointing at mommy? മോനെ, നിനക്ക് ഞാൻ ഐസ്ക്രീം കഴിച്ചു തരും. ഇന്ന് നിന്റെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേ. Everything into funny, but mommy, she gets mad at all the bad comments. Oh yeah, that is true. And then she gets mad at dad for replying. മക്കളെ ഇത്രയൊന്നും പറയാം. ഇത് നമ്മൾ പുറത്തുവിടാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ഫാമിലി സീക്രട്ട് ആണ്. അതാണ് എന്റെ അവസ്ഥ. ഇപ്പൊ ഇവള് നല്ലൊരു മൂഡിലിരിക്കുകയാണെങ്കിൽ കമന്റ്സ് ഒക്കെ വലിയ കൽപ്പന എടുക്കും. ഇപ്പൊ കുറച്ച് ചൊറിഞ്ഞിരിക്കുകയാണെങ്കിൽ പറയാം, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, നീ നടങ്ങി, നമുക്ക് കമന്റ് ഒക്കെ സെറ്റ് ആക്കാം. അതാണ് ഇപ്പൊ ചില സമയത്ത് പല സമയത്ത് പല പ്രശ്നമുണ്ട്. ചില സമയത്ത് ഷീസ് കൂൾ വിത്ത് ഇറ്റ്, ചില സമയത്ത് കലിപ്പാണ്. ഈ ഇപ്പൊ നമ്മളൊന്നും മക്കളായിട്ട് സമയത്ത് നമ്മുടെ അച്ഛനമ്മയും ഉമ്മ വയ്ക്കുന്നൊന്നും കണ്ടിട്ടില്ല ലൈവായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അധികം ഒരു തല്ലോടുന്നു അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, പൈസയുടെ കാര്യം ഡീൽ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഹഗ് ചെയ്യുന്നത്, കിസ് ചെയ്യുന്നത്, അത് കുട്ടികൾ തന്നെയാണ് അത് ഫോട്ടോ എടുക്കുന്നത്. അത് അമേരിക്കയിൽ വന്നതുകൊണ്ടുണ്ടായ ഒരു മാറ്റമാണോ? ഐ മീൻ കുട്ടികൾ നമ്മൾ ലവ് ചെയ്യുന്നതും കാണട്ടെ അങ്ങനെ ചിന്തിച്ചാണോ? അമേരിക്കയുമായിട്ട് ബന്ധമുള്ള മാറ്റമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഒരു ഫാമിലിയിലെ രീതിയിൽ ഹെൽത്തി ആയിട്ട് ഒരു പാർട്ട്ണറിനെ നമ്മളെങ്ങനെ നമ്മുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് കുട്ടികൾ കാണുന്നതിൽ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അവർ കാണുന്ന കാര്യങ്ങൾ എല്ലാം എന്തായാലും അവർ കാണാൻ പാടില്ല. പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ എൻ്റെ വൈഫിനെ ഞാൻ ഉമ്മ വയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി കാര്യമല്ലല്ലോ. അപ്പോൾ അതിലൂടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അത് അവരെയാണ്. ഷീസ് ദി ഓൺലി വൺ ദാറ്റ് കുക്സ്. മനസ്സിലായില്ലേ? അവിടെ വേറൊരു ഓപ്ഷൻ ബി ഇല്ല, എല്ലാ ഓപ്ഷനും. അതും ശരിയാണ്. അതും ശരിയാണ്. Other than beef curry, what does she cook? This is the beef and vegetables. Well, she mostly does sleep. അതൊന്നല്ല, അത് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. നോ മനെ എടച്ചക്ക അതെ കണ്ട ഇപ്പൊ ബേർലി ആക്കി മാറ്റി കൊച്ചെ. അവൻ ഉദ്ദേശിച്ചത് മമ്മിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഉറക്കപ്രാന്തിയാണെന്നല്ല. നമുക്ക് സമയമില്ല, പക്ഷെ അവർക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഈ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ ഈ പാട്ടൊക്കെ പാടി കൊടുത്തിരുന്നല്ലോ ഈ ഉറക്കാനൊക്കെ. അത് ഇംഗ്ലീഷ് പാട്ടായിരിക്കും മലയാളം പാട്ടായിരിക്കും? മലയാളം. മലയാളം. ഓക്കെ ഓക്കെ. നമ്മൾ ആക്ച്വലി നമ്മള് പിള്ളേരുടെ വീട്ടിൽ ഒബ്വിയസ്ലി സംസാരിക്കുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷിലാണ് പറഞ്ഞു പോവുക. അത് നമ്മൾ കൂടുതൽ മലയാളം പറഞ്ഞിരുന്നെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പിള്ളേർ മലയാളം കുറെ പഠിച്ചേനെ. അത് ആക്ച്വലി ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് പിള്ളേരെ മലയാളം പഠിപ്പിച്ചുകൂടെ എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു കൺവീനിയൻസിന് വേണ്ടി പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി അതാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചാണ് നമ്മളത് ഒബ്വിയസ്ലി ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു പോണേ. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി മലയാളത്തിലാണ് വീട്ടിൽ സംസാരിക്കണേ. അപ്പൊ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചു പറയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിപ്പോ എവിടെയായിരുന്നു തുടങ്ങി? ഞാൻ നിങ്ങളെ ഓമനത്തിക്കിടാവോ പഠിക്കാമല്ലോ. മലയാളം മൂവീസ് പിള്ളേർ നമ്മുടെ കൂടെ ഇരുന്ന് കാണും, മലയാളം ഷോസ് ഇരുന്ന് കാണും. ഇതെല്ലാം പിള്ളേർ നമ്മുടെ കൂടെ ഇരുന്ന് കാണും. Which Malayalam movie did you see recently? Which Malayalam movie did you see recently? What comes to mind? Can you think of a song, Malayalam song that you saw recently in a movie? Or a movie itself? Or a scene from the movie? What about you, Gracie? Do you remember? Avesham. Avesham. Okay okay. I was going to say that. You like Fahad Fasil? I like Avesham too. Oh nice. Fahad Fasil അമേരിക്കയിൽ വരെ ഫാൻസ്. ഈ പടം കണ്ടാലും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടവർക്ക് മനസ്സിലാവോ? മനസ്സിലാവും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒബ്വിയസ്ലി നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് എല്ലാത്തിലും സബ് ടൈറ്റിൽസ് ഉണ്ടല്ലോ. പിള്ളേർ അങ്ങനെ അങ്ങ് ഫോളോ ചെയ്യും. ഇതിലേക്ക് എത്രത്തോളം മലയാളം വാക്കുകൾ അറിയാം? ഈ മലയാളം വേർഡ്സ് ഡു യു നോ? Two ആണ്. Which are they? Shower and water. അത് മലയാളം അല്ല മോനെ. Say the What words do you in say for Malayalam. shower? And kulikya. കുളിക്കുക. കുളിക്കുക. ഓക്കെ. ഗ്രേസിനെ പറയുമ്പോൾ അറിയോ? Grace, you yeah. She only knows the word I know. What words do you know? Can you say some words? എനിക്ക് വെള്ളം വേണ്ട. What about other things? വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും? കുറെ നേരമായി നമ്മൾ വെള്ളത്തിൽ കളിക്കുന്നു. Items. What do you eat? What does mommy usually give you to eat? Beef curry. Yeah, like what else? Fish curry. ഒന്ന് പൂടി Fish curry ആണോ മലയാളത്തിൽ പറയണേ? പയറ്, ചോറ്, ചോറ്. ഗ്രേസിന്റെ മനസ്സിലെന്താന്ന് ഞാൻ പറയട്ടെ? മീൻ, മറ്റേ പഞ്ചാബി പോലെ ഞാനീ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പഞ്ചാബി അറിയാൻ പാടില്ല. അതുപോലെ ഞാനിപ്പോ ഉണ്ടാകുന്നു, അതുകൊണ്ട് എനിക്ക് മലയാളം അറിയാൻ പാടില്ല. പിള്ളേര് പറഞ്ഞ വീട്ടിൽ മമ്മി എവറി ടൈം ചോറ്, മോരൻ, തോരൻ. അത് ഈ തോരന്റെ കൂടെ മോരനുമായി മാറി. അതാണ് കൂടുതലും മലയാളം പാട്ട്സ് അറിയാം. ഒബ്വിയസ്ലി നമ്മൾ മൂവീസ് ഒക്കെ കാണുന്നോണ്ട് തിരിച്ചു പറയാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. Which is the Malayalam song she often sings? Do you know? Like, come on. Which is the song she She often doesn't sings? normally sing. Oh. Okay, then in abnormally which is the song she sings? Normal ആയിരിക്കും. Abnormal ആയിരിക്കുമ്പോ പാടുന്ന പാട്ടാണ്. അത് പറയാൻ പറ്റില്ല. അപ്പൊ പാട്ടല്ല, ചില വാക്കുകളാണ്. You shouldn't be saying that. All you do is hum and yell. That's what you do for singing. യെല്ലിങ്ങൊക്കെ ഇവിടെ പ്രശ്നമല്ലേ? പോലീസ് പിടിച്ചോണ്ടല്ലേ? അത് നമ്മുടെ വീട്ടില് ചെയ്യുന്നില്ലല്ലോ. വാതിലടച്ചിട്ടല്ലേ? പിള്ളേർക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ടോ? കൊടുക്കാറുണ്ടോ? പാട്ടൊക്കെ പാടി കൊടുത്തിട്ടൊക്കെ ഇട്ടുണ്ട്. ഒബ്വിയസ്ലി വീട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പഴയ മലയാളം പാട്ടുകള്, പുതിയ മലയാളം പാട്ടുകള്, ഹിന്ദി പാട്ടുകള് എല്ലാം ഇടും. നമ്മളിപ്പോ കണ്ടു വളർന്നിട്ടുള്ള പഴയ ഹിന്ദി മൂവീസിന്റെ പാട്ടുകള് ഇതെല്ലാം പിള്ളേരും കേട്ടിട്ടുണ്ട്. പിള്ളേർ ആക്ച്വലി എന്റെ കൂടെ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മലയാളം മൂവി ദാറ്റ് വി വാച്ച് ഓൾ ദ ടൈം, മോസ്റ്റ് ഓഫ് ദ ടൈം സ്റ്റിൽ? The scary one? Oh, what's it called? മണി. Money? Mani Chitratara. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള മൂവീസ് എല്ലാം പിള്ളേരെയും പിടിച്ചിരുത്തി കാണിക്കും. പണ്ടത്തെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അപ്പൊ ഷാറുഖ് ഖാൻ അറിയാം, അങ്ങനെ അപ്പൊ പിള്ളേർക്ക് ഷാറുഖ് ഖാൻ യുവർ ഫേവറേറ്റ്? ഖജോൾ. അപ്പൊ അങ്ങനെ. Do you know how the way Shah Rukh Khan poses? Can you show the Shah Rukh Khan his pose? The same pose that Daddy did for the fashion show. What did Daddy do? With my arms up in the air. Photo where his thing was waving. With my arms up in the air. No. Can you show the pose? Remember this thing? ഞാൻ വന്നു, പയ്യന് നാൻ വന്നു. I don't remember that.
ഓക്കെ, അപ്പൊ നമ്മള് ഒരു പാട്ട് പാടിയിട്ട് നമ്മൾ ശരിക്കും ഗോമസ് ചേട്ടനെ നമ്മൾ ശരിക്കുള്ള നിക്കറണനായിട്ട് കാണാനായിട്ട് പോകണം. എനിക്ക് അങ്ങനെ ഒന്ന് കാണണം. കാരണം ഞങ്ങളുടെ ഇവിടെ അത് വേണം. നമ്മുടെ ഓഫീസിലെ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്കും നിങ്ങളെ അറിയാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിക്കർ സീരീസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവർ ചേട്ടൻ മുതൽ ക്യാമറാമാൻ മുതൽ എനിക്ക് എല്ലാവർക്കും നിങ്ങൾ അറിയാവുന്നതിന്റെ ആ പ്രധാന ഏരിയ എന്ന് പറയുന്ന നാല് പാർട്ടാണ്. അതുകൊണ്ട് ആ പാർട്ടിലേക്ക് നമ്മൾ കടക്കണം. അതിന് മുമ്പ് ജി ഒരു പാട്ട് പാടിയിട്ട് നമ്മളിത് അടുത്ത പാട്ടിലേക്ക് കടക്കും. ഞാനാണോ പാട്ട് പാടണം? വേഗം ആയിക്കോട്ടെ. 3, 2, 4. ഒരു പാട്ട് പാടറാ, പാട്ട് പറയടാ. ഒരു ഐഡിയ 3, 2, 4. ഒരു താങ്കൾ ഇട്ട് കൊടുക്കുക. ഒരു പാട്ടിന് ഐഡിയ പറ. നോർമലി വി സ്റ്റാർട്ട് എ സോങ് 1, 2, 3, 4. ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല. സംഘഗാനൊന്നും പാടില്ല. ശരി, ചുമയൊക്കെ ആയിട്ടിരിക്കുക. എന്നാലും രണ്ടുപേരും പാടാം. രണ്ടുപേര് പാടി നമ്മൾ പാർട്ടിലേക്ക് കിടക്കും. പാട്ടിന്റെ ഏറ്റവും അധികം എക്സ്ക്ലൂസീവ് ആയിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കേരള മണ്ണിൽ ആദ്യമായിട്ടല്ലേ നിക്കർ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണേ അല്ലെ? ഇവിടെ ഉണ്ടായിരുന്നപ്പോഴൊന്നും അങ്ങനെ നിക്കർ വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ. ആരാരോ വരാമെന്നൊരീ മോഹം വാതിൽക്കൽ കിനാവിൻ്റെ കാൽ സ്വരം. പോരെ.